ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കപ്പ വേവിച്ചത് ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കപ്പ വേവിച്ചത് കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല മൊരിഞ്ഞ വടയുണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു വടയ്ക്ക്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഇത്രയും കപ്പ വേവിച്ചത് ബാക്കിയുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വടയുണ്ടാക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പ വേവിച്ചത് ബാക്കിയില്ല, ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ സാധാരണ നമ്മൾ കപ്പ വേവിക്കുന്നത് പോലെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കപ്പ വേവിച്ചത് ഒരു മിക്സിയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ കപ്പ മാത്രം അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്നില്ലെങ്കിൽ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൂടി കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പുട്ടുപൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുഴച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആ ഒരു കപ്പയുടെ വെള്ളം തന്നെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ല, കപ്പ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. കപ്പയായതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതൊഴിവാക്കാനായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വടയുണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വടയുണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടാം. അപ്പോൾ കയ്യിൽ നിന്ന് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് അത് വിട്ടുകിട്ടും. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഉരുളയുണ്ടാക്കാം. ഞാൻ ഇവിടെ വളരെ ചെറിയ വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിൽ വേണമോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുള ഉണ്ടാക്കിയെടുക്കണം. ഉരുള ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം സാധാരണ ഉഴുന്ന് വടയിലൊക്കെ തുളയിടുന്നത് പോലെ നടുക്ക് ഒരു തുളയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിവിടെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മാവ് വെച്ച് ഈ ഒരു സൈസിലുള്ള 6 കപ്പ വട ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെക്കാവുന്നതാണ്. ഇത് പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പവട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് 2 സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ കൂടെ തന്നെ ഒരു കപ്പവട കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും നമ്മുടെ സാധാരണ ഉഴുന്ന് വടയുടെ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കപ്പവട നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട കിടിലൻ സ്നാക്സാണിത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല മൊരിഞ്ഞിരിക്കും ഈ ഒരു കപ്പവട. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.